വടക്കൻ പറവൂരിലെ ഇടഞ്ഞ ആനയുടെ കഥ നമ്മൾ കണ്ടല്ലോ. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് സമീപം റോഡിലൂടെ പോവുകയായിരുന്ന ഒരു ആനയാണ് ഇടഞ്ഞു കളഞ്ഞത്. ആന ഇപ്പോൾ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടുകയാണോ എന്ന് ചോദിച്ചാൽ ഓടുകയല്ല. പക്ഷേ കണ്ട സ്ക്രീനിൽ ഇപ്പോൾ കാണാം ആനയുടെ പുറത്ത് പാപ്പാനും ഉണ്ട്. പാപ്പാന് സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും തൽക്കാലം കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. ആ ദൃശ്യം കാരണം ഈ ആനയ്ക്ക് കുറച്ച് ഇത്തിരി സ്പീഡുണ്ട് കേട്ടോ. ക്യാമറമാൻ്റെ ഫ്രെയിമൊക്കെ ചലിക്കുന്നുണ്ട്. അപ്പോൾ ശ്യാം കുമാർ ടെലിഫോണിൽ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്യാം, ഈ ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പാപ്പാന് താഴെ ഇറങ്ങാൻ പറ്റിയിട്ടില്ലല്ലോ. പാപ്പാന് താഴെ ഇറങ്ങാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ആന ഇടവഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിയന്ത്രിക്കാനായിട്ട്, തളയ്ക്കാനായിട്ട് സാധിച്ചിട്ടില്ല. വടക്കൻ പറവൂർ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് സമീപത്താണ് രാവിലെ നടന്നു പോവുകയായിരുന്ന ആന പെട്ടെന്ന് ഇടഞ്ഞത്. ആ സ്റ്റാൻഡിൽ കിടന്നിരുന്ന ഒരു ഓട്ടോറിക്ഷ അടിച്ചു തകർത്തു. ഒരു പെട്ടി ഓട്ടോറിക്ഷ തകർത്തു. ഓട്ടോറിക്ഷ ഡ്രൈവറെ പരിക്കേൽപ്പിച്ചു. ആനയുടെ അടിയേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റു. ആനയുടെ പുറത്ത് പാപ്പാൻ ഇരിക്കുന്നുണ്ട്. പക്ഷേ ആനയെ നിയന്ത്രിക്കാനായിട്ട് പാപ്പാന് സാധിക്കുന്നില്ല. അത് ഇടപെടലുകളിലൂടെ ഉൾപ്പെടെ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഒക്കെ അങ്ങോട്ട് എത്തുന്നുണ്ട്. പക്ഷേ ആനയെ തളയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ആന ഒരു സ്ഥലത്തും നിൽക്കാതെ മുന്നോട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നിലവിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇടവഴികളിലൂടെയൊക്കെ ആന പോകുന്നതിനാൽ ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ആരും പുറത്തിറങ്ങരുത് എന്നുള്ളതും സുരക്ഷിതമായിട്ടിരിക്കണമെന്നുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആനയെ ഒരു തരത്തിലും നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. അത് വടക്കൻ പറവൂരിലൂടെ പല വഴികളിലൂടെ അതിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.